ആദ്യമേ ഒരു തീരുമാനം എടുക്കുക, എന്തായാലും ഇറങ്ങി, എന്തായാലും ഇത് കൊണ്ടേ പോകാവുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടുന്നത് വരെ എന്റെ സപ്പോർട്ട് ഉണ്ടാവും. രണ്ട് മണി തൊട്ട് 10 മണി വരെ നമ്മുടെ CPO കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരോട് സംസാരിക്കുന്ന സമയത്ത് കരയണോ വല്ലാത്തൊരു അവസ്ഥയായിപ്പോകും. അതാണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ മുട്ടിട്ട് കഴിഞ്ഞു, ശയനപ്രദർശനം നടത്തി, കുറേ പ്രശ്നങ്ങൾ. പക്ഷേ സമാധാനപരമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു ബസ്സിലെ നേരെ കല്ലെറിയുകയോ റോഡിൽ കയറി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ കുറേ മഫ്തിയിലുള്ള കുറേ പോലീസുകാരുണ്ട്. അപ്പോൾ അവർ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഒരു 4-5 കേസ് അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇനി അടുത്ത് അഡ്വൈസ് അയച്ചു കഴിഞ്ഞാൽ പോലും കയറാൻ പറ്റാത്ത രീതിയിലാക്കും. അതുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് പല പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള പല യുവജന സംഘടനകളിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് നരകിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞിട്ട് വന്നതാണ്. എക്സാം ഡേറ്റ് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്തു. ജൂണാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജൂൺ 2nd സാറ്റർഡേ പറഞ്ഞുകൊണ്ടിരുന്നു. കേരള PSCയിൽ തീരുമാനം എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമരം പൊളിയുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. സമരം പൊളിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാം ഡേറ്റ് ഇന്നലെ 415 പയ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാകുമ്പോൾ അതിൻ്റെ പകുതിയാവും. കാരണം എന്ന് പറഞ്ഞാൽ ഏജ് ഓവറാവാത്ത ആൾക്കാർ പഠിത്തത്തിലോട്ട് മാറും. ഏജ് ഓവറായിട്ടുള്ള 5000 പേരുണ്ട് ആ ലിസ്റ്റിനകത്ത്. ഇനി CPO അല്ലെങ്കിൽ പോലീസ് ജീവിതത്തിലാവാൻ പറ്റാത്ത ഏജ് കഴിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അവസ്ഥയെന്ന് പറഞ്ഞാൽ 1 മാർക്ക് 0.33 മാർക്ക് 5 പേരെ കൂടി എടുത്തു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അങ്ങനെ വളരെ വളരെ ദയനീയമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളും ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കണം. കാരണം നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പിന്നെ ആരെങ്കിലുമൊക്കെ കാണണം. കാരണം ഞാൻ പറയില്ല, അടുത്തൊരു ഇലക്ഷനൊക്കെ വന്ന് പുതിയ സർക്കാരൊക്കെ കയറുന്ന സമയത്ത് കുറേ പിന്നെ ഇപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഖജനാവിൽ പൈസയില്ല, സാലറി കൊടുക്കാനുള്ള പൈസ ഇല്ല, കയറുന്ന സമയത്ത് പിന്നെ കൊടുക്കാൻ പൈസ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം നടത്തി, അത് വീണ്ടും ഇത് എക്സാം നടത്താൻ പോവുകയാണ്. ഫിസിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. പിന്നെ അതിൽ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാം നടത്തണം, നിങ്ങളുടെ ഫിസിക്കൽ നടത്തണം. പക്ഷേ കഴിഞ്ഞ എക്സാം എന്ന് പറഞ്ഞാൽ 2019 വിളിച്ചതാണ്. 530 കാറ്റഗറി നമ്പറായിട്ട് 2019 വിളിച്ചാൽ 5ാമത്തെ വർഷമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൊറോണയുടെ വിഷയം, പ്രിലിംസ് ഉണ്ടായിരുന്നു, മെയിൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഫിസിക്കലിന് കഷ്ടപ്പെട്ട് പോയി 8 ഐറ്റത്തിൽ 5 ഐറ്റം പാസ്സായി. പിന്നെയുള്ളത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ 100% കിട്ടും എന്നുള്ള ഉറപ്പ്. അന്ന് പറഞ്ഞിരുന്നതാണ് കിട്ടുമെന്നുള്ള ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ല, പ്രതീക്ഷ കൊടുക്കാതിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. കുറച്ച് പേര് ഇതിൻ്റെ പകുതി കട്ട് ഓഫ് കുറച്ച് കൂട്ടിയിട്ടാണെങ്കിലും പകുതി ആൾക്കാർ ഇട്ടെങ്കിലും അവർ മാത്രം പോലീസിൽ പോകുമായിരുന്നു. ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കുറേ ആൾക്കാർ പല സെൻറ്ററിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്നവരെല്ലാം നിർത്തിയിട്ട് പറയാണ്. രാത്രി മെഴുതിരിയും പിന്നെ അല്ലെങ്കിൽ എല്ലാ റാങ്ക് ഫയൽസ് അവിടെ ഇരിപ്പുണ്ട്. രാത്രി കൊതുകടിയും കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. കാരണം ഈ ഇരിക്കുന്ന സുഖമോ നിങ്ങളിപ്പോൾ കാണുന്ന ലോകമോ അല്ല അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ. നമ്മളെ കുറേ ഇവിടെ ഉണ്ടായിരുന്നതിൽ ഒരു 10-12 പേരെ കാണാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ വരെ. പക്ഷേ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ സമരത്തിൻ്റെ അവസാനം 8 പേരാണ് ഉണ്ടായിരുന്നത്. 8 പേര് അവസാനം ഉണ്ടായിരുന്നു. 8 പേര്. 8 പേരിൽ 6 പേരും പിന്നെ അവസാനം വേറെ ഗതിയില്ല. എൻ്റെ കൂടെ വരട്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ വന്ന് ഇവിടെ ഹോസ്റ്റലിലുണ്ടായിരുന്നു. പിന്നെ അവസാനം പിന്നെ അവർക്ക് ജീവിക്കാൻ വകയില്ല, വേറെ പണിക്കൊക്കെ പോയി, അതെല്ലാം പൊളിഞ്ഞു പോയി. ഇപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ എല്ലാ സോഷ്യൽ മീഡിയയിലും ഏഷ്യാനെറ്റിലൊക്കെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അവന് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവൻ്റെ പേരിൽ 8ഓളം കേസ് ഇപ്പോൾ നടക്കുകയാണ്. വെള്ളടയാണ് അവൻ്റെ വീട്. നമ്മൾ ഈ പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2024 എല്ലാ എക്സാമും വരെയാണ്. SAയുടെ എക്സാം വരുന്നുണ്ട്, LDCയുടെ വരുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവല് പ്രിലിംസിൻ്റെ ഡേറ്റും ആയി. ഡിഗ്രി ലെവൽ പ്രിലിംസ് ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് എക്സാം ഡേറ്റ്. ഈ പഠിക്കുന്ന എല്ലാവരും വന്ന് CPO എക്സാം എഴുതും. അപ്പോൾ അതാണ് പറയുന്നത്. എല്ലാ LDCക്ക് വേണ്ടി പഠിക്കുന്നവർ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS കഴിഞ്ഞവർ, പിന്നെ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവർ, ഡിഗ്രി എക്സാം എഴുതുന്നവർ, സിവിൽ സർവീസസ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും ഈ 2024 എല്ലാ എക്സാമും വന്നെഴുതും. കാരണം പിന്നെ ആവശ്യമുള്ളവരും വന്നെഴുതും, ആവശ്യമില്ലാത്തവരും വന്നെഴുതും. അപ്പോൾ കട്ട് ഓഫ് അങ്ങ് ഭയങ്കര കുതിച്ചങ്ങ് കയറും. ഈ 60 മാർക്ക് കട്ട് ഓഫ് വന്ന സ്ഥാനത്ത് ഇപ്രാവശ്യം 70 മാർക്കിൻ്റെ മുകളിൽ, 80 മാർക്കിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ 75 മാർക്കിൻ്റെ മുകളിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിച്ച് നിർത്താൻ വേണ്ടിയിട്ടോ കോംപ്ലിക്കേഷൻ അടിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കാനോ പറയുന്നതല്ല. പഠിക്കുന്നവർക്ക് മാത്രമേ ഇനി അങ്ങോട്ട് കയറി പോകാൻ പറ്റൂ. അതുകൊണ്ട് കൈവിട്ട ഒരു പഠനം പഠിക്കുക. ഈ ഒരു 81 ദിവസമാണ് WCPOയുടെ ഇനി ഡേറ്റ് കണക്കാക്കിയപ്പോൾ 81 ദിവസമുണ്ട്. 94ഓളം ദിവസമുണ്ട് ആൺകുട്ടികളുടെ എക്സാമിന്. 100 ദിവസത്തിനകത്തേ ഉള്ളൂ 2 എക്സാം നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ 80 ദിവസം എന്ന് പറഞ്ഞാൽ മണിക്കൂറും മിനിറ്റും സെക്കൻഡും പഠിച്ച് ക്ലിയർ ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു സെൻറ്ററുകാർക്കും എനിക്കാണെങ്കിലും വേറെ ആർക്കാണെങ്കിലും ഇത് പഠിപ്പിച്ച് തീർക്കാനുള്ള സമയം ഒരിക്കലും കിട്ടത്തില്ല.
ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉള്ള സെന്ററിന്റെ കാര്യം ആലോചിച്ച് നോക്കിക്ക്. നമുക്ക് 5 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ടോപ്പിക്ക് തീരൂല. സ്പെഷ്യൽ ടോപ്പിക്സ് തീർക്കാം, കറണ്ട് അഫയേഴ്സ് തീർക്കാം, മാത്സ് തീർക്കാം, മലയാളം തീർക്കാം, ഇംഗ്ലീഷ് തീർക്കാം. 60 മാർക്ക്. ഈ 60 മാർക്കിൽ നിങ്ങൾ ഗ്യാരണ്ടി ആയിരിക്കണം. 50 മാർക്കിന്റെ മുകളിൽ സ്കോർ ചെയ്യാനുള്ള ഗ്യാരണ്ടി ആയിട്ട് അതിനൊരു 1 മാസം 2 മാസം മെനക്കെട്ടാൽ മതി. വളരെ ഈസി മെത്തേഡിൽ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കുക. പിന്നെ ബാക്കിയുള്ള GK ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് തന്നെയാണ് ചോദിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനോ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സോ കിട്ടാവുന്ന ഏതെങ്കിലുമൊക്കെ റാങ്ക് ഫയലൊക്കെ വാങ്ങി വെച്ചിട്ട് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ബാക്കിയുള്ളതൊക്കെ ഒന്ന് കവർ ചെയ്യുക. പിന്നെ 2026 ഒരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇതിനേക്കാളും മൃഗീയം ആയിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇപ്പോൾ CPOക്കാർ മാത്രമേ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി LGSന്റെ റാങ്ക് ഹോൾഡേഴ്സ് കാണും, കുറേ പേര് പോസ്റ്റിംഗ് ആയിട്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ LDCയുടേത് റാങ്ക് ലിസ്റ്റ് എല്ലാം 2025 ഓഗസ്റ്റ് 1-ാം തീയതി പബ്ലിഷ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഇത് പഠിക്കേണ്ട മാത്രം സമയമാണ്. ബാക്കി കളികളൊക്കെ മാറ്റി വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം 400 പേരാണ് ഒരു ബാച്ചിൽ. ഇപ്രാവശ്യത്തിന് മുമ്പുള്ള ബാച്ച് കയറിപ്പോയത്. ഇപ്പോൾ പോലീസ് അക്കാഡമിയിൽ പോയി കഴിഞ്ഞാലും എല്ലാ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും എല്ലാ പിന്നെ ക്യാമ്പുകളിലാണെങ്കിലും എയർ ക്യാമ്പിലാണെങ്കിൽ എല്ലായിടത്തും ആവശ്യത്തിൽ അതിലുള്ള ആൾക്കാർ ഈ നാട്ടുപ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അത് പണ്ടൊരിക്കൽ 6 മാർക്ക് കട്ട് ഓഫ് എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 12 വർഷത്തിന് മുമ്പ് 6 മാർക്കായിരുന്നു CPയുടെ കട്ട് ഓഫ് മാർക്ക്. മൈനസ് മാർക്ക് വാങ്ങിച്ചവൻ കയറി 0 മാർക്ക് വാങ്ങിച്ചവൻ കയറി. അതൊരു കാലഘട്ടമായിരുന്നു. ഭയങ്കര ടഫായിരുന്നു, പഠിക്കുന്നവരൊക്കെ കുറവായിരുന്നു. ഇപ്പം ആ 6 മാർക്കിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 60 മാർക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, എത്ര മാർക്കിൻ്റെ വ്യത്യാസം വന്നു, എത്ര മാർക്കിന് ആയി അതിലോട്ട് മാറി. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ 90 മാർക്കെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കുക. മാത്രം നമുക്ക് 75-80 മാർക്കിൻ്റെ മുകളിൽ കൊണ്ടെത്തിക്കാൻ പറ്റൂ. പോലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും വലുതായിട്ട് NJD ഒക്കെ വളരെ കുറവാണ്, ആൾക്കാരൊന്നും ഇട്ടിട്ടൊന്നും പോകുന്നില്ല. പിന്നെ NCA വേക്കൻസി ഒക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ വലുതായിട്ടൊന്നും വിളിക്കാത്തത്. എല്ലാവർക്കും CPO എന്ന് പറയുന്ന ഒരു പോസ്റ്റിനോട് ഭയങ്കര ഒരു കമ്മിറ്റ്മെൻ്റ് ആയി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പണ്ട് പെൺകുട്ടികളൊന്നും വലുതായിട്ട് പോകാത്തൊരു ഫീൽഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും ഇപ്പോൾ കളഞ്ഞിട്ട് പോകുന്നില്ല. പണ്ട് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ചെറിയ ജോലികളോ LGSോ ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ പോലീസിന് അത്രയും, കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഡിഗ്രിക്കാരും PGക്കാരുമാണ് ഏറ്റവും കൂടുതൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം MTechകാരായിരുന്നു കഴിഞ്ഞ ബാച്ചിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞതാണ് MTechകാരും MBAക്കാരും MCAക്കാരുടെ എണ്ണം 57-58 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കാണുന്നതെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യത്തെ 4-5 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് SIയുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ SIയുടെ പോസ്റ്റ് അവർക്ക് പ്രത്യേകിച്ച് കോട്ടയുണ്ട്, പ്രത്യേകിച്ച് എക്സാം എഴുതിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ജോലി കിട്ടിയില്ല, പക്ഷെ നമുക്ക് കുറേ എക്സാംസ് ഉണ്ട്. LGS എഴുതാൻ പറ്റും, LDC എഴുതാൻ പറ്റും, പിന്നെ CPO എക്സാം ഉണ്ട്, സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, SI പോസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പിന്നെ അഡീഷണൽ ആയിട്ട് LPUP ഒക്കെ വിളിച്ചിട്ടുണ്ട്. പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം ഡേറ്റും ഡിക്ലെയർ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവരും പോലീസ് ഡ്രൈവറായിട്ട് കയറിയതാണ്. ആ ബാച്ചിൽ 41ഓളം പേര് ആദ്യത്തെ ബാച്ചിൽ കയറിപ്പോയതാണ്. ഇപ്പോൾ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും പോലീസിൻ്റെ വണ്ടിയൊക്കെ ഓടിക്കുന്ന അറിയാവുന്ന കുറച്ച് ആൾക്കാർ. അന്ന് വിഴിഞ്ഞത്ത് പ്രശ്നം വന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്ന 7-8 വണ്ടികളുടെ ഡ്രൈവർമാർ നമ്മളിവിടെ പഠിച്ചവരായിരുന്നു. ഞാൻ വീണ്ടും പറയാണ്, മണിക്കൂറുകളും മിനിറ്റുകളും ഭയങ്കര വിലയാണ്. കാരണം അത്രയും ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് കാലഘട്ടമാണ് വരുന്നത്. പിന്നെ ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വീണ്ടും പറയാണ്, ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 4-5 വർഷം കാത്തിരിക്കേണ്ടി വരും ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4-5 വർഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് 2-3 വർഷം പിന്നെ വീണ്ടും BSc പഠിക്കും, വീണ്ടും പൈസ കൊണ്ടുവരും. അപ്പോൾ കുറേ പേര് ഫിസിക്കലിന് പോകുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് വീണ്ടും അടുത്ത LGSോ LDC എന്ന് പറഞ്ഞ് പഠിക്കേണ്ട ഗതികേട് വരരുത്. ഫിസിക്കലിന് പോകുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഫിസിക്കലിന് പോവുക. അന്ന് മാറി ഇരുന്നിട്ട് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത മാർക്കിനൊക്കെ എഴുതി വന്നിട്ട് ലിസ്റ്റ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് വലിയൊരു മാർക്കായിരിക്കും. അപ്പോൾ കുറേ പേര് ഫിസിക്കലിന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ 50 മാർക്ക് 60 മാർക്കിനൊക്കെ എഴുതുന്നവർ പൊയ്ക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 60 ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ 65 മാർക്കായിരിക്കും കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ ഫിസിക്കൽ ഒരു 4-5 മാസം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ പഠനവും പോവും, എല്ലാം പോകും. അതുകൊണ്ട് നമ്മളെല്ലാം കൂടി ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കുക. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. പഠിച്ച് ഒരു പർട്ടിക്കുലർ മാർക്കിൻ്റെ മുകളിലോട്ട് കയറുക. ഒരു കാലഘട്ടത്തിലും വരാത്ത ഒരു സമയത്തുള്ള ഒരു റേഞ്ചാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് വീണ്ടും പറയാം, സിവിൽ സർവീസ് UPSCയുടെ സിവിൽ സർവീസസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പ്രിലിംസിൻ്റെ. അത് മെയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിനകത്ത് ആപ്ലിക്കേഷൻ അയക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ NCERT മാത്രം പഠിക്കുന്ന +1+2 ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വരുന്ന SIയുടെ എക്സാം എഴുതാൻ പോവാണ്, സെക്രട്ടറി എന്ന് പറഞ്ഞ എക്സാം എഴുതാൻ പോവാണ്. വെറുതെ വന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടിയിട്ട് CPOയുടെ എക്സാം എഴുതും. അപ്പോൾ പ്രതീക്ഷിക്കാത്ത കട്ട് ഓഫ് ഒക്കെ പോകും. അപ്പോൾ നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ വെറുതെ പോയി നിങ്ങളും തിരിച്ച് സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിംസ് ഒക്കെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരള PSCയും സിവിൽ സർവീസും ഒരേ പാറ്റേൺ ഒരേ ലെവലായി. എക്കണോമിക്സ് അവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദിക്കുക, അതേ സാധനങ്ങൾ ഇവിടെ ലക്ഷ്മികാന്തിൻ്റെ ബുക്കിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ എല്ലാം ഇത് ഇപ്പുറത്ത് എക്കണോമിക്സ്, സിവിക്സ്, പൊളിറ്റിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാം അതേ സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ കേരള PSCക്കകത്തുള്ള ക്വസ്റ്റ്യൻസ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഒരു വിമൺ CPOയുടെ ഡേറ്റ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിനു മുമ്പ് നമുക്ക് തീർക്കണം 80 ദിവസത്തെ പ്രോഗ്രാമാണ്. 80 × 24 മണിക്കൂർ പഠിച്ച് തീർക്കുക. പിന്നെ 1 മാർക്കിൻ്റെ ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ നിങ്ങളൊന്ന് ഷാർപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഇതുവരെ എന്തായിരുന്നു ഏതായിരുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല.
കാരണം യൂണിവേഴ്സിറ്റി LGSനകത്ത് 60 മാർക്കിൻ്റെ റേഞ്ചിൽ നിന്ന് 2-3 കുട്ടികൾ 90 മാർക്കിൻ്റെ മുകളിൽ ലാസ്റ്റ് റൗണ്ടിൽ കയറി വന്നു. എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും അതാണ്. പക്ഷേ അതേ സമയത്ത് ഓവർ കോൺഫിഡൻസ് ഉള്ള കുറച്ച് ആൾക്കാർ കാണും. ഞാൻ കുറേ കാലം കൊണ്ട് പഠിക്കുന്നു, 2 വർഷം കൊണ്ട് പഠിക്കുന്നു, 3 വർഷം കൊണ്ട് പഠിക്കുന്നു, കഴിഞ്ഞ CPO ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് ഇനി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ തന്ന് പുതിയ പിന്നെ IPC ഒക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ പുതിയ ടോപ്പിക്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് അത്രയ്ക്ക് ലെവൽ ചെയ്ത് പഠിക്കുക. ആദ്യം സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുക, മാത്സ് പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, മലയാളം പഠിക്കുക. ഇത്രയും മാർച്ച് 31 മുമ്പ് നിങ്ങളൊന്ന് കവർ ചെയ്യുക. പഠിക്കുന്നത് എല്ലാവരും പഠിക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ ഒരു 1000 പേരെ വേണമെങ്കിൽ 2000 കോച്ചിങ് സെൻ്റർ ഉണ്ട്. ഒരു 1000 പേരുടെ വേണമെങ്കിൽ 2 സെൻറ്ററിന് ഒരു കുട്ടിക്ക് ഇപ്പോൾ കിട്ടുന്ന പോസിബിലിറ്റി ഉള്ളൂ. ആ സ്ഥാനത്താണ് നിങ്ങൾ ഇടിച്ച് കയറേണ്ടത്. ആ സ്ഥാനത്താണ് നമ്മൾ ഇടിച്ച് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എക്സാംസ് ഒക്കെ കുറച്ചൊന്ന് സീരിയസ് ആവുക. ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ വേസ്റ്റായി കളയരുത്. വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു 50% പോയിട്ട് ബാക്കിയുള്ള 50% വീണ്ടും ഇരുന്ന് കഷ്ടപ്പെടുന്ന ഗതികേട് വരരുത്. ഏറ്റവും ബോർ പരിപാടിയാണ് PSC എന്ന് പറയുന്നത്. ഇത് തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളും ഭ്രാന്താവും. ഇത് ഒരിക്കലും കിട്ടാത്തൊരു സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 80 ദിവസത്തിൽ ഷോർട്ട് ചെയ്യുക. 80 ദിവസം കൊണ്ട് എല്ലാവരും വളരെ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വളരെ ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു മാർക്കുമായിട്ട് പുറത്തിറങ്ങുക. അപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് എഴുതുക. ഒരു 70-80 മോഡൽ എക്സാം എഴുതിപ്പിക്കാനുള്ള സമയമുണ്ട്. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ടോപ്പിക് എക്സാം ആണെങ്കിൽ മോഡൽ എക്സാം അത് എഴുതി ക്ലിയർ ചെയ്യുക. ഒരു ദിവസം പറയുന്ന ടോപ്പിക്സ് ഒരു ദിവസം 1% പഠിക്കാൻ പോലുള്ള സമയമില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ 2% പഠിച്ചു പോയാലും ഒരു 50 ദിവസം കൊണ്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. 80 ദിവസത്തിൽ ശനി ഞായറും പോയിട്ട് നിങ്ങൾക്ക് റിവിഷനും ബാക്കിയുള്ള കാര്യത്തിനും പോയിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 ദിവസം നമുക്ക് ഇത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠിച്ച് കയറി വരിക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ബാക്കിയുള്ള കുറേ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യുക. അടുത്ത CPO എല്ലാ വർഷവും വിളിക്കുമായിരിക്കും. പക്ഷേ പറഞ്ഞില്ല, ഇതെല്ലാം ഒരു പറ്റിപ്പിൻ്റെ ഭാഗമായിട്ട് മാറും. ഒരു 50 റാങ്കിനകത്ത് വന്നിരിക്കണം ഈ പറയുന്ന എക്സാമിനകത്ത്. അപ്പോൾ ആ ലെവലിൽ പഠിക്കുക. 50 റാങ്ക്, ഞാൻ പിന്നെ 1ാം റാങ്ക് 2ാം റാങ്ക് ഒന്നും പറഞ്ഞില്ല, 50 റാങ്കിനകത്ത് ആരാണെങ്കിലും 50 റാങ്കിനകത്ത്. അപ്പോൾ 50 പേരെ ഒരു ബറ്റാലിയനിൽ എടുക്കുമെന്ന് ചിന്തിക്കുക. അതിനപ്പുറമുള്ളവർ പോകത്തില്ല. 50 റാങ്കിനകത്ത് വരണം. അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം പഠിക്കണം. 50 കട്ട് ഓഫ് ചിലപ്പോൾ 70 ആണെങ്കിൽ 50 റാങ്കിനകത്ത് വരണമെങ്കിൽ ഒരു 10 മാർക്കിൻ്റെ 20 മാർക്കിൻ്റെ ഡിഫറൻസ് വേണം. അതാണ് കളിയെന്ന് പറഞ്ഞാൽ. അല്ലാതെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നോ കട്ട് ഓഫ് മാർക്കിനെങ്കിൽ 1 മാർക്ക് കൂടുതൽ വാങ്ങിച്ചിട്ടൊന്നും ഒരു കാര്യം മെയിൻ ലിസ്റ്റിൽ അവിടെ കിടക്കും കേട്ടോ. അതുകൊണ്ട് പഠിക്കുന്നത് കൈവിട്ട് പഠിക്കുക. വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ. നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം. എൻ്റെ പേര് ഷിബു എന്നാണ്. ഞാനൊരു സ്പാർക്ക് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. 5 വർഷത്തിന് മുമ്പ് ഇതേപോലത്തെ ഒരു സമരം, 5 വർഷം ആയില്ല, 5 വർഷം ഇതേപോലത്തെ സമരം ഉണ്ടായിരുന്നു. 45 ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നതാണ്. പ്രിലിംസ് കൊണ്ടുവന്നു, മെയിൻസ് കൊണ്ടുവന്നു, ഫിസിക്കലിന് അല്ലെങ്കിൽ ആദ്യമേ ഇത്ര വേക്കൻസിയേ ഉള്ളൂ, നിലവിൽ ഇത്ര വേക്കൻസി, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഇത്രയും വരാനുള്ളൂ, ഇത്രയും പേരുടെ ലിസ്റ്റ് ഇടുന്നുള്ളൂ എന്ന് പറയുക. ഇതൊരു ആളെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം PSCയുടെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായതാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ കഴിഞ്ഞ സമരത്തിലുണ്ടായിരുന്ന ആൾക്കാർ, കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഫുഡൊക്കെ സപ്ലൈ ചെയ്തത് ഒരു പ്രവീൺ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. പുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ട വന്നത് അവസാനം ആളുടെ കയ്യിലും കാശില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാശില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് പിന്നെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നോട് ഒരു രൂപ തൊട്ട് അതിനകത്ത് ഇടാൻ പറഞ്ഞതാണ്, ഒരു രൂപ തൊട്ട്. അപ്പോൾ അത് അത്രയും ദയനീയ അവസ്ഥയിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, എന്തായാലും എൻ്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു SI ആയിരുന്നതാണ്, ഫോറസ്റ്റ് ഗാർഡായിരുന്നു, 8 ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. എൻ്റെ പാഷൻ എന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുട്ടികൾക്ക് സർക്കാർ ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പല കോച്ചിങ് സെൻ്ററിൽ പലയിടത്തും പഠിച്ച് പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ SFI ആണെങ്കിലും KSU ആണെങ്കിലും ABVP ആണെങ്കിലും പലതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള പല ആൾക്കാരും വരുന്നത്. പക്ഷെ നമ്മുടെ 530/2019 കാറ്റഗറി നമ്പറിലുള്ള ഒരു എക്സാമിൻ്റെ തീർപ്പിന് വേണ്ടിയിട്ട്, ആ എക്സാം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ തീർപ്പിന് വേണ്ടി നിൽക്കുന്നതാണ്. ഒരു മനസ്സോടുകൂടി, ഒരുമയോടുകൂടി, കാരണം ഇതിനകത്ത് കുത്തിത്തിരിപ്പുകൾ വരരുത് എന്ന് ആദ്യമേ പറയാണ്. കാരണം പിന്നെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളായിരിക്കും. അതെല്ലാം കൂടി അവസാനം അതിനകത്തു നിന്നൊക്കെയുള്ള കുറേ തീരുമാനങ്ങൾ തിരിച്ചു വരും. നമ്മളെ തിരിഞ്ഞു കൊത്തുന്ന കുറേ തീരുമാനങ്ങളൊക്കെ വരും. അതൊക്കെ ആദ്യമേ മനസ്സിലാക്കുക, ഇതിൻ്റെ നേതാക്കളൊക്കെ മനസ്സിലാക്കുക, അനുയായികൾ മനസ്സിലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു ജൂൺ മാസം ആണ് CPOയുടെ എക്സാം. മിക്കവാറും ജൂൺ മാസം 8-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ എക്സാം ഡിക്ലെയർ ചെയ്യും കേരള PSC. കഴിഞ്ഞ CPO സമരം പൊളിഞ്ഞതെന്ന് പറഞ്ഞാൽ അന്ന് 10ാം ക്ലാസ് പ്രിലിംസിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. പതുക്കെ ആൾക്കാർ കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല, ഇങ്ങോട്ട് പാലക്കാട്, പത്തനംതിട്ട, അങ്ങോട്ടുള്ള ആൾക്കാരെല്ലാം തൊഴിഞ്ഞു തുടങ്ങി. പിന്നെ അവസാനം ഞാൻ പറയില്ല, 8 പേരാണ് അവസാനം ഉണ്ടായിരുന്നത്. അവസാനത്തെ ദിവസം ഇവിടെ 8 പേര്. ആ 8 പേർക്കും
ഇന്ന് അവരുടെ നാട്ടിലുള്ള സ്റ്റേഷനിൽ പത്തിലധികം പിന്നെ കേസുകളുണ്ട്. ഒന്നും അറിയാത്ത കുറേ കേസുകൾ കേട്ടോ. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ സമാധാനപരമായിട്ടാണ്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും അക്രമാസക്തമാവുമോ. അവരെല്ലാം കുറേ മഫ്തിയിലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും അക്രമാസക്തമാകുന്നുണ്ടോ, ബസ്സിന് കല്ലെറിയുന്നുണ്ടോ, ഓട്ടോ തടയുന്നുണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ സമാധാനപരമായിട്ട് അക്രമ സ്വഭാവം ഉണ്ടാക്കരുത് നമുക്ക്. കാരണം പിന്നെ പാർലമെന്റ് ഇലക്ഷനാണ് വരുന്നത്. അന്ന് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുന്നേയുള്ള കാലഘട്ടമായിരുന്നു. നിയമസഭാ ഇലക്ഷന് മുമ്പ് എല്ലാവരും വന്ന് 100% നടക്കും, 100% അത് തീർപ്പാവും. ലിസ്റ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം ആയിരുന്നു അന്ന് അത് സംഭവിച്ചത്. പക്ഷെ ഇനിയും നമുക്ക് എത്ര ദിവസമുണ്ട്? 60 എത്ര ദിവസമല്ലേ? 56 ദിവസമുണ്ട്. നോക്കുമ്പോൾ 56 ദിവസം നിങ്ങൾ പേടിക്കേണ്ട ഒരു കാലഘട്ടം ഒന്നുമല്ല. എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സപ്പോർട്ട് നേടുക, ബാക്കിയുള്ള എല്ലാവരും. കാരണം ഇപ്പോൾ പിന്നെ ഞാൻ പറയില്ല, എല്ലാവരും വന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമെന്നല്ലാതെ ഞാനും വന്ന് പറഞ്ഞിട്ട് പോകുമായിരിക്കും. പക്ഷെ നിങ്ങൾ എല്ലാവരും, ഈ നിൽക്കുന്ന എല്ലാവരും, ഇത്രയും പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സ്ട്രോങ് ആണ്. കാരണം ഇന്ന് തൊട്ട് മീഡിയയുടെ അറ്റൻഷൻ നല്ല രീതിയിൽ കിട്ടി. കുറേ മീഡിയയിൽ അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞതാണ്. നല്ല രീതി ഇതിന് നാളെ ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക, അതിന്റെ ഇരട്ടിയാക്കുക. കാരണം അത്രയ്ക്ക് അറ്റൻഷൻ കൊണ്ടുവരണം. കാരണം വേറെ മാർഗമുണ്ടോ? വേറെ മാർഗമില്ല. ഇത് കൊണ്ട് യൂണിഫോം കൊണ്ട് അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മോ കൊണ്ട് പോകാവുള്ളൂ. ചിലപ്പോൾ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് തരും. അപ്പം ബാക്കി താഴോട്ട് കിടക്കുന്നവരുടെ കാര്യം വീണ്ടും കഷ്ടത്തിലാവും. അതുകൂടി ആദ്യമേ ശ്രദ്ധിക്കുക. നമ്മൾ കൃത്യമായിട്ടുള്ള വേക്കൻസി കാൽക്കുലേറ്റ് ചെയ്യുക, NJD കാൽക്കുലേറ്റ് ചെയ്യുക, എല്ലാം കൃത്യമായിട്ട് അറിയിക്കുക. അറിയിച്ചിട്ട് അത് നേടിയെടുക്കുക. കാരണം നമ്മളും മനുഷ്യരാണ്, നമ്മളും കേരളത്തിലുള്ള ആൾക്കാരാണ്, നമ്മളും പിന്നെ PSC പഠിച്ചതാണ്, നമുക്കും ജോലി തന്നേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവിധ പിന്നെ അഭിവാദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ അവസാനത്തെ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടുന്നത് വരെ എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഇത് പിന്നെ വിഷ്ണു മഹേഷ് എൻ്റെ സെൻറ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ വേറെ ഒന്നുമല്ല, ഞാനൊരു എല്ലാ ജില്ലയിലും ഒന്ന് കറങ്ങിയിട്ട് വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവും. നമ്മൾ കൂടെ പഠിച്ചവർ പോലീസ് അക്കാഡമിയിൽ പോയിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 90 വേക്കൻസി എന്തോ റിപ്പോർട്ട് ചെയ്തു. ഒരു ആവശ്യമില്ല. പെൺപിള്ളേരെയും പേര് എന്തിനാ എടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് അങ്ങനെ ആവശ്യമുണ്ടെന്ന്. അതേ വേക്കൻസി നിങ്ങൾക്ക് തന്നതിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ നേതാക്കളൊക്കെ സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.